ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. സംസ്ഥാന കൗൺസിലിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. 30 അംഗ ദേശീയ സമിതി അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. പി.സി. ജോർജ്, പത്മജ വേണുഗോപാൽ തുടങ്ങിയവരെ ദേശീയ സമിതിയിൽ ഉൾപ്പെടുത്തി. കേരളം ബി.ജെ.പിക്ക് ബാലികേറാമല അല്ലെന്ന് അധ്യക്ഷ പദവി ഒഴിഞ്ഞ കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നറേറ്റീവ്, നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, വിദ്യന് തെക്ക് ഇപ്പുറത്ത്, വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല, കേരളം ബി.ജെ.പിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും ബി.ജെ.പിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത്, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. സംസ്ഥാന കൗൺസിൽ പ്രഖ്യാപനം പ്രഹ്ലാദ് ജോഷി നടത്തി. കെ. സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരു വിരമിക്കൽ പ്രസംഗവും നടത്തി. ഈ 30 അംഗ ദേശീയ സമിതിയെ പ്രഖ്യാപിച്ചു എന്നതാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനാ കാര്യം. അതിൽ എന്തൊക്കെയാണ് പുതുമ? പി.സി. ജോർജും പത്മജ വേണുഗോപാലും ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു സമിതിയിലേക്ക് എത്തുന്നു എന്നതൊരു പ്രത്യേകതയാണല്ലേ? വിജയകുമാർ, നിലവിൽ ഇന്ന് രാവിലെ 11:30 സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടന്നത്. പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തുടർന്ന് കെ. സുരേന്ദ്രന് ഫെയർവെൽ നൽകുകയും ചെയ്തു. ഈ യോഗത്തിൽ കെ. സുരേന്ദ്രനും പ്രഹ്ലാദ് ജോഷിയും തുടർന്ന് സംസാരിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പി. അവരുടെ പരമ്പരാഗത പാതയിൽ നിന്നും മാറി ഒരു ടെക്നോക്രാറ്റിനെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന വലിയ മാറ്റത്തിന് തുടക്കമിടുന്നു എന്നുള്ളതാണ്. സംസാരിച്ച മുഴുവൻ ആളുകളുടെയും വാക്കുകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു പുതിയ ടീമുമായി ഇനി മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസകളും അർപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് സംഭവിച്ചത്, 30 അംഗ ദേശീയ സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെ. സുരേന്ദ്രൻ ദേശീയ സമിതിയിലേക്ക് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ചുമതലയൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. ദേശീയ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ ജോർജ് കുര്യൻ, അബ്ദുള്ള കുട്ടി, ശ്രീകാന്ത്, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി.ജെ.പി. ദേശീയ കൗൺസിലിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് മാത്രമാണ് ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യം തന്നെ പ്രിയ സഹോദരൻ, 18 വർഷം ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസഭയിൽ, അതിൽ 5 വർഷം 2019 മുതൽ 24 വരെയും കേന്ദ്രമന്ത്രി, ഇത്തരത്തിലൊക്കെ തന്റെ മികവ് മാത്രം തെളിയിക്കാൻ സാധിച്ചതിന് മുന്നേയുള്ള അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഓൺടർപ്രണർ എന്ന നിലയ്ക്കുള്ള ഖ്യാതിയൊക്കെയും ലോക പ്രശസ്തമാണ്. കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഇത്തരുണത്തിൽ വളരെ ആദരവോടെ ഓർക്കുന്നത്, ഒരുപക്ഷെ ഈ പദവിയിൽ ഇതിന്റെ ആരംഭ കാലത്ത്, സ്ഥാപിതമായ കാലത്ത് ഈ കസേരയ്ക്ക് അന്തസ് ചാർത്തി നൽകിയ ശ്രീ ഒ. രാജഗോപാൽജി, അതുപോലെ തന്നെ സ്വർഗീയനായ ശ്രീ മാരാർജി തുടങ്ങി ഇങ്ങോട്ട് ശ്രീ സി. കെ. പത്മനാഭൻ, കൃഷ്ണദാസ്, കുമ്മനം രാജേട്ടൻ. ബി.ജെ.പി. സംസ്ഥാന കൗൺസിലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു.